സാധാരണക്കാർക്ക് അല്പം ആശ്വാസമാകുന്ന തീരുമാനം പിണറായി സർക്കാർ എടുത്തത് വളരെ നല്ല തീരുമാനം തന്നെയെന്ന് പറയേണ്ടി വരും. സാധാരണ ആളുകൾക്ക് എന്തെങ്കിലും പൈസ അവരുടെ കയ്യിൽ കിട്ടുകയാണ് ആവശ്യം. ഇന്നും 100 രൂപ, 1000 രൂപയേക്കാൾ വിലമതിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് ഒരു ദിവസത്തെ അരി വാങ്ങിക്കാൻ അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കാനൊക്കെ ഉതകുന്ന രീതിയിൽ എന്തെങ്കിലും കൂടുതൽ ഗവൺമെൻറ് കൊടുത്താൽ അത് അവർക്ക് ഗുണം തന്നെയാണ്. അത് കൊടുക്കൽ ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. അതാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആശങ്ക കോൺഗ്രസിനും കോൺഗ്രസ് നേതാക്കൾക്കുമൊക്കെയാണ്. ഈ ഒരു കാര്യം അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നതിന് വിലങ്ങുതാടിയാകുമോ എന്ന ഒരു ആശങ്കയാണ് അവർക്കുള്ളത്. ഒരുപക്ഷെ ആയേക്കാം, അത് ഉറപ്പ് പറയാനും പറ്റില്ല. കാരണം ഗവൺമെൻറ്റിനോട് ഈ കാര്യത്തിൽ അഡ്വാൻറ്റേജ് ജനങ്ങൾക്കുണ്ടാവും. അവരെ സഹായിച്ചവർക്ക് തിരിച്ച് സഹായിക്കാൻ അവർ ശ്രമിക്കും. അതൊക്കെ വേറെ കാര്യം. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇവർ വരുമോ, തുടർഭരണം കിട്ടുമോ, അല്ലെങ്കിൽ തോൽക്കുമോ, കോൺഗ്രസ് വരുമോ എന്നുള്ളതൊക്കെ ഒരു വിഭാഗം ജനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. താഴേക്കിടയിൽ ജനങ്ങൾക്ക് ഇതിൽ അത്ര കാര്യം ഒന്നുമില്ല. അവർ ശ്രദ്ധിക്കാറുമില്ല. ഗവൺമെൻറ് കക്കുവോ ഇല്ലേ, അവർക്ക് പ്രശ്നമില്ല. അല്പം ഉയർന്ന ജനങ്ങളും രാഷ്ട്രീയ നേതാക്കളും മറ്റു ഉദ്യോഗസ്ഥരുമാണ് ഒക്കെയാണ് ഇതിൽ കൂടുതൽ ആശങ്കയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഒരു തീരുമാനമാണ്. ഏതെങ്കിലും വിധത്തിൽ പാവപ്പെട്ടവർക്ക് ഗവൺമെൻറ് കൊടുക്കാൻ തീരുമാനിച്ചാൽ അതിനെ പിന്താങ്ങുകയാണ് വേണ്ടത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം.